ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് ജൂലൈ 3, ജൂലൈ 10 ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ 7 മണിയായി, 7:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. OP ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പോകുമ്പോൾ ഇനി അറിയാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ അനിയത്തിക്ക് ചെക്കപ്പും കൂടിയുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കാണാം. അങ്ങനെയല്ലായിരിക്കും. അങ്ങനെ OP പോയി ഡോക്ടറിനെയൊക്കെ കണ്ടതിന് ശേഷം അഡ്മിഷനായി. നേരെ വാർഡിലോട്ടാണ് പോകാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങൾ ഓൾറെഡി പേ വാർഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി, പേ വാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആകും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയൊക്കെ കൂടി അത് കഴിച്ച് അച്ഛനും ശ്യാംചേട്ടനും കൂടി പുറത്ത് പേ വാർഡിൻ്റെ കാര്യത്തിന് വേണ്ടി നടക്കുകയായിരുന്നു. അഖിലന്ന് വന്നിട്ടില്ലായിരുന്നു, വൈകിട്ടാണ് വന്നത്. ഈ ഡ്രസ്സ് ടൈറ്റ് ആയിട്ടിട്ടപ്പം വയറുള്ളൂ. അങ്ങനെ ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾക്ക് പേ വാർഡ് കിട്ടി. ഞങ്ങൾ പേ വാർഡിലോട്ട് പോയി. അവിടെ പേ വാർഡ് എന്ന് പറയുമ്പോൾ 450, 500, 550 അങ്ങനെയാണ് റൂം. എനിക്ക് കിട്ടിയത് 450 റൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൗകര്യമുള്ള റൂം തന്നെയായിരുന്നു. ഇപ്പോൾ പേ വാർഡാണെങ്കിൽ നമുക്ക് ഒരു പേഷ്യൻ്റെ കൂടെ 2 ബൈസ്റ്റാൻഡേഴ്സിന് നിൽക്കാം. പക്ഷേ എനിക്ക് അമ്മ മാത്രമാണ് നിന്നത്. കാര്യം അതിൻ്റെ 2 ബൈസ്റ്റാൻഡേഴ്സിന് വന്ന് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പേ വാർഡിൻ്റെ ഇടനാഴികളിൽ കൂടെയുള്ള നടത്തമാണ് നടക്കുന്നത്. വൃത്തിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിരുന്നു. അവർ എന്നും വന്ന് തൂത്ത് ഫ്ലോറൊക്കെ തുടച്ച് അതേപോലെ തന്നെ റൂമും ബാത്റൂമും എല്ലാം വൃത്തിയാക്കി വേസ്റ്റൊക്കെ എടുത്തിട്ടൊക്കെ പോകുമായിരുന്നു. പിന്നെ അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. രാത്രിയാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അന്ന് നൈറ്റ് എനിക്ക് പെയിൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ വന്ന് ഞാൻ അഡ്മിറ്റായി. ജൂലൈ 3 അഡ്മിറ്റായത്. ഇതുവരെ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് ജൂലൈ 4 രാവിലെ 6 മണിയായിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് ഭയങ്കര ചൂടായിട്ട് കുളിച്ച്. അപ്പോൾ ഇതുവരെ പെയിനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് PV ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 6:15 കുഞ്ഞിൻ്റെ അനക്കം നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ഒരു ദിവസം 3 നേരം അനക്കമൊക്കെ നോക്കും. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോൾ അനക്കം നോക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അനക്കം നോക്കാൻ വേണ്ടി വിളിക്കും. അനക്കം നോക്കണം. അതിനുശേഷം മുണ്ടും ജാക്കറ്റൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നു. അമ്മ ചായ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പം നമ്മുടെ ബേബിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ റൂമിലാണെങ്കിലും പേ വാർഡിലാണെങ്കിലും ഈ വൈറ്റ് മുണ്ടും ജാക്കറ്റും നിർബന്ധമാണ്. അതേപോലെ തന്നെ 8 മണിയാകുമ്പോൾ ഡോക്ടർമാർ റൗണ്ട്സിന് വരും. അപ്പോഴത്തേക്കും നമ്മൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കണം. വാർഡിലാണെങ്കിൽ നമുക്ക് രാത്രി പോലും നൈറ്റ് ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ല. നമുക്കിപ്പോൾ റൂം ആയതുകൊണ്ടാണ് ഞാൻ നൈറ്റ് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് രാവിലെയാണ് കുളിച്ചിട്ട് പിന്നെ ഈ ജാക്കറ്റൊക്കെ എടുത്തിട്ടത്. അങ്ങനെ രാവിലെ 6:15 കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കി. പിന്നെ ഡോക്ടർ റൗണ്ട്സിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് PV ചെയ്യാൻ പോകാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റൗണ്ട്സിനൊന്ന് PV ഒക്കെ ചെയ്തു. അപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 6-ാം തീയതി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. 6-ാം തീയതി ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രസവിക്കണമെന്നാണ് പറഞ്ഞിട്ട് പോയേക്കുന്നത്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. PV ഓക്കെ ആയിരുന്നു. പെയിൻഫുൾ അല്ലായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു PV. PV ഒക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ ചെറിയ രീതിയിൽ PV പെയിനൊന്നും അല്ലായിരുന്നു. എനിക്കിപ്പോൾ ചെറിയ രീതിയിൽ നടുവേദനയൊക്കെ വന്നു തുടങ്ങി. ലേബർ പെയിൻ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഒരു നടുവേദന
PV ഒക്കെ ചെയ്തു. എനിക്കത്ര പെയിൻഫുള്ളൊന്നും അല്ലായിരുന്നു. ഇതെനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു PV ആയിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് 6-ാം തീയതി ഒരു ഉച്ചയ്ക്ക് 2 മണി വരെ നമുക്ക് നോക്കാം പെയിൻ വരുന്നോന്ന്, ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂലൈ 5-ാം തീയതിയായി ഞങ്ങൾ വന്നിട്ട് 3-ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ അത്രയും ദിവസം എനിക്ക് പെയിൻ വന്നിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ അഖിൽ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമാണല്ലോ എനിക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ കൺസേൺ ലെറ്റർ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നോർമൽ ഡെലിവറിയുടെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പോൾ എപ്പിസോഡമി ചെയ്യുമെന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ സിസേറിയനും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ തന്നെയായിരുന്നു. എത്രയായിരുന്നു നമ്മുടെ പേവാടിൻ്റെ വിസിറ്റിംഗ് ടൈം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 to 2 പിന്നെ വൈകിട്ട് 4 to 6 ആണ്. അങ്ങനെ 5-ാം തീയതി വൈകിട്ടായിട്ട് എനിക്ക് വേദനയൊന്നും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇൻഡ്യൂസ് ചെയ്താലേ വേദന വരികയുള്ളൂ, നോർമലി വരില്ലേന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ മേലൊക്കെ കഴുകിയിട്ടുണ്ട്. ഭയങ്കര ചൂടായിട്ട് സമയം രാത്രി 9:30 അപ്പോൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അവിടെ നേഴ്സിൻ്റെ റൂമിൽ നമ്മൾ പോകണം ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജൂലൈ 5-ാം തീയതി രാത്രി 11:30 ആയപ്പോൾ എനിക്ക് വേദന തുടങ്ങി. ഒരു 15 മിനിറ്റ് ഇടവിട്ടായിരുന്നു വേദന വന്നത്. അങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇത് തന്നെ ആയിരിക്കും ലേബർ പെയിൻ, ഇടയ്ക്കിടയ്ക്ക് വിട്ട് വേദന വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച് റൂമിൽ തന്നെ ഇരിക്കാം, നല്ല പെയിൻ വന്നതിന് ശേഷം ലേബർ റൂമിലോട്ട് പോകും. കാര്യം എന്ന് വെച്ചാൽ ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പുറത്തിറങ്ങാനോ അമ്മയെ കാണാനോ അങ്ങനെ ഒന്നും പറ്റില്ല. ഈ വേദന ചെറിയ വേദനയാണെങ്കിൽ പോലും നമ്മൾ അത്രയും നേരം സഹിച്ച് അതിൻ്റെ അകത്ത് തന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റൂമിൽ തന്നെ ഇരിക്കാമെന്ന്. പക്ഷേ എനിക്ക് ഇത്തിരി ബ്ലീഡിങ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഞങ്ങൾ പോയി നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ജാക്കറ്റൊക്കെ ഇട്ട് 2 സൈഡും തലമുടിയൊക്കെ കെട്ടി റെഡി ആയിട്ട് വരാൻ, നമുക്ക് ലേബർ റൂമിലോട്ട് പോകാമെന്ന്. അങ്ങനെ നേഴ്സ് ഞങ്ങളെയും കൊണ്ട് ലേബർ റൂമിലോട്ട് ആ രാത്രി പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് അനിയത്തി ഇവിടെ നിൽക്കേണ്ടതേ ആയിരുന്നില്ല. അവളുടെ ചേട്ടൻ വാ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവളെന്തോ പറഞ്ഞു ഇന്ന് അവൾ നിൽക്കുന്നു, നാളെ രാവിലെ പോകാമെന്നൊക്കെ പറഞ്ഞ് നിന്നതായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ പറ്റും. ടാറ്റാ.